ഓം ശാന്തി. ഒരു ദിവസത്തിൽ ഇന്നലെ നിന്ന് നാളെ വ്യത്യസ്തമായിക്കൊണ്ട് ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ നാളെ എനിക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതിയോ, അതോ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണോ? മുന്നോട്ടേക്ക് ഓരോ ദിവസം കഴിയും തോറും ജീവിതത്തിലെ സങ്കടങ്ങളെ, പ്രയാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ കർമ്മപഥത്തിൽ ഉന്നതിയും പുരോഗതിയും കൊണ്ടുവന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ സംബന്ധങ്ങൾ കുറേ കൂടെ സുഖം കൊണ്ടുവന്നുകൊണ്ട് ഒരു മാറ്റം കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കണോ, അതോ അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ മതിയോ? ഈ ചോദ്യം സ്വയം നിങ്ങളോട് ചോദിക്കാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഉന്നതി കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഒരു ദിവസത്തെ രാത്രി ഉറങ്ങും മുന്നേ നമ്മുടെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ എല്ലാ ദിവസവും നമുക്ക് ഭഗവാൻ തന്നതായിരിക്കുന്നൊരു പ്രാക്ടീസ് ഉണ്ട്. നമ്മൾ ചാർട്ട് എഴുതുക എന്ന് പറയും. ഇന്നത്തെ ദിവസം ഞാൻ എത്ര മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തു, എന്തൊക്കെ രീതിയിൽ ഞാൻ എൻ്റെ മനസ്സിൽ പവർഫുള്ളായിട്ടുള്ള പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവന്നു, ഞാൻ ഒരാളെ കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ നിന്ന് ശുഭഭാവന, പോസിറ്റീവ് തിങ്കിങ്, അവരെക്കുറിച്ച് ഞാൻ എന്ത് ചിന്തിച്ചു, ആ സമയത്ത് എൻ്റെ മനസ്സിൻ്റെ ഭാവന എന്തായിരുന്നു, ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് ഞാൻ ആ കർമ്മത്തോട് അറ്റാച്ച്ഡ് ആയിട്ടാണോ ഡിറ്റാച്ച്ഡ് ആയിട്ടാണോ ചെയ്തത്, ഇങ്ങനെയുള്ള ഒരുപാട് സെൽഫ് ചെക്കിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി ചാർട്ട് എന്ന പേരിൽ എഴുതാറുണ്ട്. ദിവസം അവസാനിക്കും മുന്നേ ഇത്തരത്തിൽ അവനവൻ്റെ കണക്ക് ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിച്ച ശേഷം ഈശ്വരനോട് കത്തെഴുതിക്കൊണ്ട് അന്നത്തെ കാര്യത്തിൽ നടന്നതിനെല്ലാം താങ്ക്സ് പറഞ്ഞ് ഇനിയൊരു പുതിയ ദിവസത്തേക്ക് വേണ്ടി എല്ലാ ശുഭമായിരിക്കുന്ന ആശീർവാദങ്ങൾ നേടിക്കൊണ്ട് അന്നത്തെ ദിവസം ക്ലോസ് ചെയ്തിട്ടാണ് ഒരു ബ്രഹ്മകുമാരൻ അഥവാ ബ്രഹ്മകുമാരിയുടെ പ്രോപ്പർ ലിവിങ്. അങ്ങനെ ഞാൻ എടുത്തു പറയുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ വന്നു, ക്ലാസ് കേൾക്കുന്നു, പഠിക്കുന്നു, ഭഗവാന്റെ ഡയറക്ഷൻ അനുസരിച്ച് പെർഫെക്റ്റ് ആക്കിക്കൊണ്ട് ചാർട്ട് എഴുതാനും കത്തെഴുതാനും നമ്മുടെ ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ പറയുന്ന ഭാഷ അതാണ്. ചാർട്ട് എഴുതുക, കത്തെഴുതുക. ഒരു പക്ഷേ നമ്മുടെ മോർണിംഗ് ക്ലാസ്സുകളുടെ ലൈവിൽ നിങ്ങൾ കയറി നോക്കിയാൽ കാണാം, പലപ്പോഴും ക്ലാസ്സുകൾ ചോദിക്കാറുണ്ട്, ഭഗവാൻ നിങ്ങൾ ചാർട്ട് എഴുതുന്നുണ്ടോ, കത്ത് എഴുതുന്നുണ്ടോ, ഇങ്ങനെ നിങ്ങൾ ഇന്ന കാര്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചാർട്ട് ചെക്കിംഗ് ഡെയിലി നമുക്കുള്ളതാണ്. അത് കഴിഞ്ഞ ശേഷമാണ് ഈശ്വരന് കത്തെഴുതിക്കൊണ്ട് മനസ്സ് കാലിയാക്കി കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്ത് ഭഗവാന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് ഒരു നോർമൽ ഹൈലി ഹെൽത്തി ആൻഡ് പവർഫുൾ ലിവിങ് സ്റ്റൈലാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ നിങ്ങൾ പെർഫെക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു പക്ഷേ കാർമിക് അക്കൗണ്ട്സ് കൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നേക്കാം, ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നേക്കാം, റിലേഷൻഷിപ്പ് ഇഷ്യൂ വന്നേക്കാം. പക്ഷേ അതിൻ്റെ പീക്ക് അവസ്ഥയിൽ പോയാൽ പോലും അത് തിരിച്ച് നല്ലതിലേക്ക് മാറ്റപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ ഞാൻ അത്തരത്തിൽ കണ്ടിട്ടുണ്ട്. ജീവിതത്തെ അത്തരത്തിലായിട്ട് മാറ്റങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ വീടില്ലാത്ത നിന്ന ആൾക്കാർ ഈ രീതിയിൽ ഭഗവാനുമായിട്ട് ക്ലോസ് റിലേറ്റഡ് ആയിട്ട് നല്ല നല്ല വീടുകൾ ഉണ്ടാക്കി, നല്ല ജോലിയായി, നല്ല ബിസിനസ്സായി, നല്ല സുഖകരമായ സംബന്ധങ്ങളിൽ സംഘർഷങ്ങളില്ലാതെ സ്നേഹവും ആദരവുമുള്ളതായിട്ടുള്ള ബന്ധങ്ങളായി, ഇങ്ങനെ ആയിരക്കണക്കിന് എക്സാമ്പിൾസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിങ്ങൾക്ക് കാണാം. പക്ഷേ കണ്ടീഷൻ, ഡോക്ടറെ അടുത്ത് പോകുന്നു, ഒരാൾക്ക് മരുന്ന് കുറിച്ച് കൊടുക്കുന്നു. ആ മരുന്ന് കഴിക്കാൻ പേഷ്യൻ്റ് തയ്യാറാണെങ്കിൽ മാത്രമാണ് ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ, രോഗിക്ക് മാറ്റാൻ പറ്റുള്ളൂ രോഗത്തെ. അതുപോലെ ഈശ്വരൻ്റെ ഡയറക്ഷൻസിനെ പ്രാക്ടിക്കലാക്കാൻ സാധിക്കും നിങ്ങൾക്കെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കുറച്ച് കാര്യങ്ങളെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഇന്നലത്തെ സങ്കടങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് പുതിയ ഒരു തുടക്കത്തോടു കൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് അഡ്വാൻസ്ഡ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. എന്ത് ചെയ്യണം അതിനു വേണ്ടി? ദിവസവും രാത്രി ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഈശ്വരന് മുന്നിൽ കത്തെഴുതിക്കൊണ്ട് മനസ്സിനെ കാലിയാക്കുക. ചെക്ക് ചെയ്ത് നോക്കുക, എൻ്റെ പ്രഭാതത്തിൽ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ മൂഡ് എന്തായിരുന്നു, പകൽ സമയത്ത് എൻ്റെ മൂഡ് എന്തായിരുന്നു, ഉച്ചയ്ക്ക് എങ്ങനെയായിരുന്നു, ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ മൂഡ് എങ്ങനെയായിരുന്നു, വീട്ടിൽ വന്നപ്പോൾ ആ ഫാമിലി മൊമെൻറ്റ്സിൽ എൻ്റെ മൂഡ് എങ്ങനെയായിരുന്നു, ഞാൻ എൻ്റെ സ്ട്രെസ് ആൻഡ് വറി ഞാനിങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോവുകയാണോ, ഇന്ന് രാത്രി ഈ നിമിഷം ഒരു രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം ഉണരും എന്ന് ആർക്ക് ഉറപ്പ് പറയാൻ പറ്റുക? അത് ഈശ്വരനല്ലാതെ മറ്റാർക്കും പറയാൻ പറ്റില്ല. അവിടെ രാത്രി ഉറങ്ങും മുന്നേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അവർക്ക് എന്നോട് അനിഷ്ടം വന്നു, എന്നോട് സംസാരിച്ചു, കുറച്ച് ഡിസ്റ്റർബ്ഡായി സംസാരിച്ചു, കുറച്ച് പിണങ്ങി എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടൂ.
നാളെ കണ്ണു തുറന്നില്ലെങ്കിലോ? എന്നിട്ട് തിരിച്ചു വന്നവരോട് മാപ്പ് പറയാൻ പറ്റുമോ നമുക്ക്? അതുകൊണ്ട് ഉറങ്ങും മുന്നേ എന്തെല്ലാം ആരെങ്കിലുമായിട്ട് അത്തരം സംഘർഷങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവരോട് എല്ലാം മനസ്സുകൊണ്ട് സോറി പറയാം. മനസ്സുകൊണ്ട് സോറി പറയാം. സംടൈംസ് ഞാൻ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ക്ലോസ് റിലേഷനാണെന്ന് വിചാരിക്കൂ. നമ്മൾ അവരുടെ അടുത്ത് ആ സമയത്ത് സോറി പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ പലരും അത് ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും. അവർ ശരിയും നമ്മൾ തെറ്റുമായിട്ട് മാറും. മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് നന്നായിട്ടറിയാം കാർമിക് അക്കൗണ്ട്സ് ആണ് ഒരാളെ കൊണ്ട് അത്തരത്തിലൊക്കെ പെരുമാറ്റം നമ്മുടെ അടുത്ത് ചെയ്യുന്നത്. പക്ഷേ ആ കാർമിക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഡയറക്റ്റ്ലി സോറി പറയുന്ന സമയത്ത് നെസസറി ആണെങ്കിൽ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റു പറ്റിയെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ അവരോട് സോറി പറയണം. അവർ വലിയവരോ ചെറിയവരോ ആരും ആയിക്കോട്ടെ. അതല്ലാതെ ഉണ്ടാകുന്ന സന്ദർഭമാണെങ്കിൽ നേരിട്ട് സോറി പറയാൻ പോയാൽ അവർ വിചാരിക്കുക നമ്മൾ തെറ്റുകാരും അവർ ശരിയെന്നുമാണ്. അങ്ങനെ ഗ്രാൻഡഡ് ആക്കുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓപ്പണായി പറയുകയാണ്, മനസ്സുകൊണ്ട് സോറി പറയാലോ. കാരണം മുജ്ജന്മത്തിലെ കർമ്മമാണ് ഈ ജന്മത്തിൽ അവരെ കൊണ്ട് അങ്ങനെ ഒരു ആക്ടിവിറ്റി നമ്മുടെ നേരെ ഉണ്ടാവാനുള്ള കാരണമാവുന്നത്. അതുകൊണ്ട് രാത്രി ഉറങ്ങും മുന്നേ ആരടുത്തൊക്കെ എന്തെല്ലാം രീതിയിൽ കുറഞ്ഞ ഒരു കാര്യം പോലും ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാവരോടും മാപ്പ് പറയുക മനസ്സുകൊണ്ട്. ഏത് കർമ്മക്കണക്കാണ് നമ്മുടെ അടുത്ത് നമ്മൾ ഇങ്ങനൊരു സംബന്ധത്തിലെ സംഘർഷം ഉണ്ടായെന്നറിയില്ല, എന്താണ് ഇങ്ങനൊരു പ്രശ്നം പൊന്തി വരുന്നറിയില്ല, എന്നോട് ക്ഷമിക്കൂ. ഞാൻ അറിയാതെ ഈ ജന്മത്തിൽ ചെയ്തിട്ടില്ല, പക്ഷെ മുജ്ജന്മത്തിൽ ചെയ്യാതെ വരില്ലല്ലോ അങ്ങനെ ഒന്ന്. ആ കർമ്മം എന്തെന്നറിയാനും തിരുത്താനും എനിക്ക് പറ്റില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് ക്ഷമായാചന. തിരിച്ചവരോടും നമ്മളോടൊരു മോശമായി പെരുമാറിയിരിക്കുകയാണ്, പക്ഷെ അവരോട് ക്ഷമിക്കുക. കാരണം ഈ ഒരു മോശമായ സംഘർഷത്തെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവരോട് ക്ഷമിക്കണം. ശരി, എന്നോട് സോറി, സാരമില്ല, പോട്ടെ, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു, ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഗോൾഡൻ റേസ് ആ സോളിന്, ആ ആത്മാവിന്, ആ പേഴ്സണ്, ആ വ്യക്തിക്ക് കുറച്ച് ഗോൾഡൻ റേസ് കൊടുത്ത് അതെല്ലാം ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ചെക്ക് ചെയ്ത് നോക്കുക, ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തു വന്നു, ഇന്നത് എൻഡാണ്. എൻഡ് മീൻസ് എൻഡാണ്, ഒരു ഡേയുടെ എൻഡാണ്, ഒന്നും അറിയാതെ ഉറങ്ങാൻ പോവുകയാണ്. ഈ എൻഡിങ് മൊമെൻറ്റിൽ നാളെ ഇതുപോലെ തന്നെ മതിയോ എനിക്ക്, അതോ ഇതിനേക്കാൾ ബെറ്റർ ആവണോ? ഒരു ചിന്ത നിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടാവണം. ബെറ്റർ ആവണമെങ്കിൽ നാളെ ഞാൻ ഈ ടൈപ്പ് ഓഫ് പോസിറ്റീവ് തോട്ട്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യും. പ്രഭാതത്തിൽ ഉണർന്ന സമയത്ത് ഇങ്ങനെയുള്ള തോട്ടിൽ ഞാൻ മെഡിറ്റേഷൻ ചെയ്യും, ഇങ്ങനെ ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വായിക്കും, പഠിക്കും. ഇത്തരത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ നോർമൽ ആക്ടിവിറ്റി ഈസ് റെഡി. രാവിലെ നിർബന്ധമായിട്ട് ഓഫീസിൽ പോവും, ഷോപ്പിൽ പോവും, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടുകാര്യങ്ങൾ ചെയ്യും, ഒക്കെ നമ്മുടെ നോർമൽ ആക്ടിവിറ്റിയാണ്. ആ സമയത്തൊക്കെ എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെയുള്ള ഇന്ന സമയത്ത് 10 മണിക്ക് അല്ലെങ്കിൽ രാവിലെ സമയത്ത് ഈ ടൈപ്പ് ഓഫ് പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യും, ഉച്ചയ്ക്ക് സമയത്ത് ഈ ടൈപ്പ് പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ മൈൻഡിന് വേണ്ടിക്കൊണ്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പിക്കുക. അങ്ങനെ നിങ്ങൾ നിർബന്ധമാക്കി വെച്ച കാര്യങ്ങളുടെ സങ്കല്പത്തിൽ നാളെ ഞാൻ ഇതായിട്ട് ഉണരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഉറങ്ങുക. ഇന്നത്തെ ആൾ അവസാനിച്ചു, നാളെ ഒരു പുതിയ മനുഷ്യൻ, ഓൺലി പോസിറ്റീവ്. രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും ചിന്തിക്കുക, ഇന്നലത്തെ ആൾ, ഞാനൊരു പുതിയ ആളാണ്, എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പ്രഭാതം ഉണർന്നിരിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രം നടക്കാൻ വേണ്ടിക്കൊണ്ടൊരു പ്രഭാതം തുടങ്ങിയിരിക്കുകയാണ്, ഇന്നെല്ലാം നല്ലതേ ഉണ്ടാകൂ. അങ്ങനെ അവനവനെ പറഞ്ഞുകൊണ്ട് ഇന്നത് തോട്ട്, രാവിലത്തേക്ക് ഇന്നത്തോട്ട്, ഉച്ചയ്ക്ക് ഇന്നത്തോട്ട്, വൈകുന്നേരം ഇന്നത്തോട്ട്, എന്തൊക്കെയാണോ രാത്രി നമുക്ക് നാളേക്ക് വേണ്ടി പ്ലാൻ ചെയ്തത്, ഇതൊക്കെ സ്വയം നമ്മളെ തന്നെ പറഞ്ഞു കേൾക്കുക. സാധിക്കുമെങ്കിൽ മറ്റാരുമില്ല, ഒറ്റയ്ക്കാണ് മുറിയിലെങ്കിൽ നിങ്ങൾക്ക് സ്വയം പറഞ്ഞു കേൾപ്പിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ മിററിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് നിങ്ങളുടെ നേരെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാം. ഇതെല്ലാം റൂമിൽ മറ്റാൾക്കാരുണ്ട്, ഡിസ്റ്റർബൻസ് ആവുമെങ്കിൽ ഉണർന്നിരുന്നിട്ട് ഈ തോട്ടിനെയൊക്കെ 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് മൈൻഡിൽ ഓർമ്മിച്ച് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഒരു ദിവസം ആരംഭിക്കുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടുള്ള അക്കൗണ്ട്സ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് മാത്രമേ നടക്കുള്ളൂ, കാരണം ഭഗവാനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഭഗവാൻ എനിക്ക് കൂട്ടിനുണ്ട്, എൻ്റെ കൈയും കൂട്ടുമായിക്കൊണ്ട് എനിക്ക് ഭഗവാനുണ്ട്. ഇത്തരത്തിലായിട്ടുള്ള 4-5 വാചകങ്ങൾ നിങ്ങൾക്ക് വേണ്ടി. അത് നിർബന്ധമായും ചേർക്കേണ്ട കാര്യം, ഇന്ന് എൻ്റെ ജീവിതത്തിൽ എല്ലാം നല്ലത് മാത്രമേ നടക്കൂ, ഏറ്റവും നല്ലതാ സംഭവിക്കുള്ളൂ. ഓരോ മൊമെൻറ്റ് കഴിയുമ്പോഴും അടുത്തത് ഇനി ഏത് നല്ല മൊമെൻ്റാണാവോ വരാൻ പോകുന്നത്. ഇങ്ങനെ അഥവാ മോശമായിട്ടുള്ള കാര്യം നടന്നതെങ്കിൽ പോട്ടെ, ആ നെഗറ്റീവ്
നെഗറ്റീവ് അക്കൗണ്ട് അവിടെ ക്ലോസ് ആയി. ഇനി എന്ത് നല്ലതാണാവോ ഓപ്പൺ ആവാൻ പോകുന്നത്? ഈ തോട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ദിവസം ഇരുന്ന്, വളരെയധികം നെഗറ്റീവ് അക്കൗണ്ട്സ് നിങ്ങൾക്കുണ്ട്, അത്തരം ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, നമ്മൾ പറയുമല്ലോ നിങ്ങൾക്ക് രോഗം കുറച്ച് ക്രോണിക് ആയിരിക്കുന്ന സ്റ്റേജാണ്, ഇത്ര നേരം 4 മണിക്കൂർ ഇടവിട്ട് 3 മണിക്കൂർ ഇടവിട്ടൊക്കെ മരുന്ന് കഴിക്കണം എന്ന് പറയുമല്ലോ, അതുപോലെ നമ്മുടെ മനസ്സിനുള്ള കാർമിക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള നല്ലൊരു മെഡിസിനാണ് 108 തവണ പറയുക, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, എൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാം നല്ലത് മാത്രമേ നടക്കുള്ളൂ, ഞാൻ സഫലതാമൂർത്തിയാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്, എൻ്റെ ജീവിതത്തിലെല്ലാം നല്ലത് മാത്രമേ നടക്കൂ, ഞാൻ സഫലതാമൂർത്തിയാണ്. ഇത് 108 തവണ നിങ്ങൾക്ക് ആദ്യം ഫീൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, മനസ്സിൽ സന്തോഷം ക്രിയേറ്റ് ചെയ്തിട്ട് ഈശ്വരൻ്റെ ഗോൾഡൻ റേസ് നിങ്ങളിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്ന പോലെ. എങ്ങനെ വിഷൻ ചെയ്യണം? ഒരു കുഞ്ഞു സൂര്യൻ തലയുടെ മേൽ ഉദിച്ചു നിൽക്കുന്നു, ഒരു സ്വർണ്ണ സൂര്യൻ. ആ സുവർണ്ണ കിരണങ്ങൾ നിങ്ങളിൽ വർഷിക്കുകയാണ്. ഈശ്വരൻ തൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമൃദ്ധിയും സന്തോഷവും ആരോഗ്യവും നല്ല ബന്ധങ്ങളും എല്ലാം വർഷിക്കുകയാണ്. ഗോൾഡൻ റേസ് നിങ്ങളിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ഫീൽ ചെയ്തുകൊണ്ട് 108 തവണ ഈ വാചകം നിങ്ങൾ പറഞ്ഞു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് സാഹചര്യവും മാറിമറിയും, സന്തോഷവും സമൃദ്ധിയും ആരോഗ്യവും ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.